Hi friends, welcome back to my channel. ഇന്ന് ഞാനൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ കമീറ. കണ്ണൂരിൽ എല്ലാ ബേക്കറികളിലും എപ്പോഴും കിട്ടുന്ന ഒരു സ്നാക്കാണ് ചിക്കൻ കമീറ അഥവാ ഫ്രൈഡ് സാൻഡ്വിച്ച്. ഇപ്പോൾ ഈ ഒരു നോമ്പിൻ്റെ സമയത്തൊക്കെ നമുക്ക് നല്ല ഹെവി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ചിക്കൻ കമീറ. ഈ ഒരു ഐറ്റം മാത്രം മതി, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഈസ്റ്റ് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം. അതിനായിട്ട് 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളത്തിലോട്ട് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1 ടീസ്പൂൺ ഷുഗറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കട്ടിയുള്ള ഈസ്റ്റ് ആണെങ്കിൽ മാത്രമേ ഇതുപോലെ പൊങ്ങാൻ വേണ്ടി വെക്കണ്ടൂ. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്, എന്നാലും ഞാൻ പൊങ്ങാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് പൊങ്ങി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് മൈദയൊക്കെ തയ്യാറാക്കി വെക്കാം. ഒരു വലിയ ബൗളിലോട്ട് 2 കപ്പ് മൈദ, ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക, അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഈസ്റ്റിൻ്റെ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. നമ്മളിപ്പോൾ കുബൂസിനും ബട്ടൂരക്കൊക്കെ കുഴക്കുന്ന ആ ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ പുരട്ടി കൊടുക്കാം. ഇനി ഇതൊരു 1 അവർ നമുക്ക് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. മൈദയൊക്കെ പൊങ്ങി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ റെഡിയാക്കി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചിക്കനിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല പൗഡർ, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. നമ്മൾ സാധാ എപ്പോഴും ഫ്രൈ ചെയ്തെടുക്കുന്ന അതേ രീതിയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചിക്കൻ ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് മൈദ വെച്ചിട്ട് 8 പീസ് കമീറയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ 8 പീസ് കമീറയ്ക്ക് ഒരു 3 പീസ് ചിക്കനൊക്കെ ധാരാളം മതിയാകും. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സെയിം ഓയിലിൽ തന്നെ നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. അതിനായിട്ട് വേറൊരു പാനിലോട്ട് ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1/4 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല പൊടിയായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വെള്ളമൊക്കെ ഒപ്പിയെടുക്കുക ഒരു തുണി വെച്ചിട്ട്. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് സെപ്പറേറ്റ് വേണേൽ തന്നെ അല്ലെ ഒരുമിച്ചും നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഉള്ളി ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഉള്ളിയിലോട്ട് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ചിക്കൻ കമീറയിലേക്ക് വേണ്ട മസാല റെഡി ആയിട്ടുണ്ട്. മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ കമീറയിലോട്ട് കുറച്ച് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് എത്ര ബ്രെഡ് വേണോ അത്രയും ബ്രെഡ് നന്നായിട്ട് പൊടിച്ചെടുക്കുക. പാന് നന്നായി ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബ്രെഡ് ക്രംസ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് തൊട്ട് നോക്കിയാൽ മനസ്സിലാവും കുറച്ച് ക്രിസ്പിയായി കിട്ടൂലേ, ആ ഒരു ഇതിൽ വരുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. എന്നിട്ട് അതുപോലെ ക്രിസ്പിയായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടി മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് തണിഞ്ഞു കഴിഞ്ഞാൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എപ്പോൾ ഒക്കെ ആവശ്യമാണോ അന്നേരമൊക്കെ എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നേരം പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡോ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കൂലേ, അപ്പോൾ മുട്ടയ്ക്ക് പകരമായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ മൈദ, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് വെള്ളത്തിൽ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ ഇതുപോലെ കലക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് മുട്ടയൊക്കെ ആണെങ്കിൽ എണ്ണയിലിടുന്ന സമയത്ത് പതഞ്ഞു വരും. ഈ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമ്മൾ ഈ ഒരു കോൺഫ്ലോറിന് മിക്സ് ഉണ്ടാക്കിയാൽ.
അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡ് ക്രംസ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കട്ട കെട്ടിയതുപോലെ ഉണ്ടാവും, അത് കൈ വെച്ച് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ കമീറയിലേക്ക് വേണ്ട ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി കൈവച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇതൊരു 8 ബോൾ സൈസിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു 2 കപ്പ് മൈദ വെച്ചിട്ട്. ഇനി ഇതെല്ലാം ഒരേ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഈസ്റ്റൊക്കെ ഇട്ട് പൊങ്ങി വന്നതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് ഒന്നും കൂടി പൊങ്ങി വരും. അതുകൊണ്ട് കുറച്ച് തിന്നായിട്ട് വേണം നമ്മൾ ഇത് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സാൻഡ്വിച്ചിൻ്റെ ഒക്കെ ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കുക. പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൈവച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഷേപ്പാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ആദ്യം കോൺഫ്ലോർ മിക്സിൽ മുക്കിയെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ എണ്ണയിലോട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് റെഡി ആയാൽ മറിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത സൈഡും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധികം കട്ടിയില്ലാണ്ട് വേണം നമ്മളിപ്പോൾ ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിടാതെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് ബ്രെഡ് ക്രംസൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ മുഴുവനും ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മളിപ്പോൾ കത്തി വെച്ചിട്ട് സെൻറ്ററിലൊന്ന് വരഞ്ഞു കൊടുക്കണം. സെൻറ്ററിലല്ല എങ്കിൽ നമുക്ക് സൈഡിലോട്ട് ഫുള്ളായിട്ടൊന്ന് കത്തി വെച്ച് വരഞ്ഞു കൊടുത്താലും മതി. ആദ്യം തന്നെ നമുക്ക് മയോണൈസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഹോം മെയ്ഡ് മയോണൈസ് അല്ല യൂസ് ചെയ്യുന്നത്. ഹോം മെയ്ഡ് മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ഇതിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഷവർമക്കൊക്കെ വെച്ച് കൊടുക്കുന്ന ഫില്ലിങ്ങും ചില്ലി ചിക്കൻ്റെ ഫില്ലിങ്ങും ഒക്കെ വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ മുഴുവനും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് തന്നെയാണ് ചിക്കൻ കമീറ. നമ്മളിപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഹെവി ആയിട്ട് കഴിക്കാൻ പറ്റില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക്